நாங்கள் ஹிமாலயத்தில் இருந்து கொண்டு வந்தது. வாதம், பித்தம், கபம் என்னிய திருதோஷங்களுக்கு விழாலறை. சும்மா காசம், இருமலோடு கூடிய இழுப்பு, இதுக்கு கடல் தேக்கம். குன்மனுக்கு உண்மையான ஔஷதம் அமுக்குரம். இது கஸ்தூரி, எதுக்கும் நல்ல மருந்து. இது குர்மீரம், கிருமிகளுக்கு நல்லது. இது சிடாப்பள்ளி வேறு, பள்ளிய போல ஏது சுமரிலும் இது നറുതണ്ടി കിഴങ്ങ്, രക്ത അരിസസ്യക്ക് ഉത്തമം. വൈദ്യരെ, ഈ ബുദ്ധി കൂടാനുള്ള എന്തെങ്കിലും നാടൻ ലാടം വരുന്നുണ്ടോ? ബുദ്ധി പൈത്യ സോപ്പേരി എണ്ണ തലയിൽ തേച്ച് കുളിച്ചാ പോതും. ഒരു കുപ്പി വേണം. അതൊന്നും വേണ്ട, നീ തേച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ നാടൻ മാജിക് തരുമാ ഈ ആഗ്രഹിച്ച കാര്യം സാധിക്കാനുള്ള എന്തെങ്കിലും മോതിരം, ഏലസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ? உங்களுக்கு ஆளு மாறி போச்சு. நான் மந்திரவாதி அல்ல, வைத்திய மகா லாடகலாநிதி. இது சாலே, உங்களுக்கு மந்திரவாதம் தெரியுமே, ஏன் போய் சொல்றேன்? ஏய், உங்களுக்கு எந்த ஆഗ്രഹം നടக்கிற മന്ത്രം മോതിരം தேவையா? വേണം വേണം. മോതിരം ഒന്നും വേണ്ട, പക്ഷെ ഇവ ആള് കൊള്ളാല്ലേ. വിക്രമനോടെ தெரியாது. സത്യം പറയണോ? எனக்கு தெரியாது. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കും. കൂമ്പുക്ക് മേലെ ഇടി കിടച്ചാச்சு. അമ്മാര് പോയാ? വിക്രമാ, അവര് വീണ്ടും വന്നാச்சு. നീ എന്തിനു നമ്മളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു? നീ ഇനി നമ്മളുടെ കൂട്ടത്തിൽ കൂടണ്ട, പൊക്കോ, എങ്ങോട്ടെങ്കിലും പൊക്കോ. അയ്യോ അപ്പണ്ണ, എന്നെ പറഞ്ഞു വിടരുത്. അവന്മാരെന്റെ ആരും അല്ല, അവരുടെ ഉദ്ദേശം വേറെന്തുവാ? മരുന്നാ? വേണ്ട. എന്താ പ്രശ്നം? അല്ല, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. നീങ്ങളാ? ആമാ. എന്താ പ്രശ്നം? ധൈര്യമായിട്ട് പറയണം. ഇവൻ കാരണം എനിക്ക് ജീവിക്കാൻ വയ്യെന്നായി. ഇടയ്ക്കിടയ്ക്ക് അവർ വരും, ഇവനെ തിരക്കും, അപ്പോൾ ഇവൻ മുങ്ങും. അവർ എല്ലാം പൊക്കും, ഇടിക്കും, അവർ പോകും, അപ്പോൾ ഇവൻ വീണ്ടും വരും. അങ്ങനെ ഇനി തുടരുന്നു. എന്റെ മരുന്നുകൾ ഞാൻ തന്നെ തിന്നുന്നു. അവർ ആരാന്ന് ചോദിച്ചാൽ ഇവൻ അറിയില്ല എന്ന് പറയുന്നു. അവന്മാരെന്റെ ആരും അല്ല. സോമ്പേരി ചൊല്ലുന്നത് കേട്ടിയാ? തൽക്കാലം ഇയാളെ ഇവിടുന്ന് മാറ്റുന്നതാണ് നല്ലത്. ഞങ്ങൾ ഇയാൾക്ക് നല്ലൊരു ഒളിത്താവളം കൊടുക്കാം. പകരം ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എന്ത് സഹായമാ ഞാൻ ചെയ്യേണ്ടത്? ഞങ്ങളുടെ തങ്കച്ചിക്ക് ഒരു ജാതക ദോഷമുണ്ട്. ആദ്യത്തെ ഭർത്താവ് പാടില്ല. അതുകൊണ്ട് കൊള്ളാവുന്ന ഒരാളെ കൊണ്ട് ആദ്യം കല്യാണം കഴിപ്പിച്ച് താലി അഴിപ്പിക്കണം. അതിന് ഞാൻ റെഡി. അയ്യോ, ആശാനല്ല, വിക്രമൻ മതി. ഇവൻ കിട്ട ഞാൻ சொல்றേ. അതിനൊന്നും എന്നെ കിട്ടൂല. சொன்னது சரிதான். ഇവൻ ഇല്ലെങ്കിൽ എന്നോട് കച്ചവടം പൊളിയും. അത് ഞങ്ങൾ പരിഹരിക്കും. എങ്ങനെ പരിഹരിക്കും? ഇവൻ നിൽക്കുന്ന പോലെ താൻ എന്റെ കൂടെ നിൽക്കുമോ? നിൽക്കോ? അങ്ങനെയല്ല, അതിനുള്ള കാശ് നമ്മൾ തരും. എത്ര രൂപ തരും? 1000 രൂപ. 1000 രൂപ? 2000. എഴുന്നത് നിന്റെ കച്ചവടം നമുക്ക് വേണ്ട. സുന്ദരനായ എന്റെ ചെറുക്കന് 2000 രൂപയോ? 50,000 രൂപ വേണം. അവന്റെ പാതിവൃത്യം പോണ കേസാ. അയ്യോ, പാതിവൃത്യം അങ്ങനെ പോകും. അത് പിന്നെ ചൊവ്വാദോഷം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവില്ലേ? ഓക്കെ ഓക്കെ. ബിസിനസ് 50,000 രൂപ. പക്ഷെ ഇപ്പൊ അഡ്വാൻസ് ആയിട്ട് 1000 രൂപ തരും. ബാക്കി തുക ജോലി കഴിഞ്ഞാൽ ഉടൻ തരും. മുങ്ങിയാലോ? ശരി ശരി. അഡ്വാൻസ് എൻ കയ്യിലേ തരണം. പിന്നെന്താ? ഒരു കുഴപ്പവും വരില്ല, ഞങ്ങളാണ് ഗ്യാരണ്ടി. എല്ലാം ശരിയായി. 1000 രൂപ കിടച്ചത്. ഇവിടെന്താ? ഒരു ചെറിയ പരിപാടി ഉണ്ട്. ഇവിടെ ഈ ഫോട്ടോ എടുത്ത് ഒട്ടിക്കുന്ന ഏർപ്പാടുണ്ട്. ആൽബത്തിലുണ്ട്. അതല്ല, 2 ഫോട്ടോകളെ ആലിംഗനം ചെയ്യിക്കാൻ പറ്റും. അതല്ല ചേട്ടാ, 2 സമയത്തെടുത്ത 2 പേരുടെ ഫോട്ടോ ഒന്നിച്ചെടുത്താണെന്ന് തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ? എഡിറ്റിംഗ് ഓഫ് ദി 2 photos is equal to 1. മോർഫിംഗ് ആൻഡ് ക്ലോണിംഗ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഇന്റർലിങ്കിംഗ്. മനസ്സിലായി. കൂടുതൽ പറയണ്ട. നിങ്ങൾക്ക് ആരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയാണ് വേണ്ടത്? സച്ചിൻ ടെണ്ടുൽക്കർ, ജോർജ് ബുഷ്, വാജ്പേയി. അതെ, എനിക്ക് ഈ ഐശ്വര്യ റോയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ വേണം. പിന്നെ അതൊന്നും വേണ്ട. ഇവൻ ഭാരതത്തിലെ ചില VVIPs കൂടെ നിൽക്കുന്ന ഫോട്ടോസ്. പിന്നെന്താ? പക്ഷെ ചാർജ് കൂടും. സാരമല്ല, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവന്റെ ഒരു സാമൂഹ്യ സേവന പരിപാടിക്ക് വേണ്ടിയാ. കഞ്ഞിവിട്ട, അന്നദാനം, അങ്ങനെ. ഇങ്ങോട്ട് നിന്ന് ആ കൈ പിടിച്ച്. അതെന്തിനാ? ഇദ്ദേഹം വാജ്പേയി ആയിട്ട് മാറും. ചിലപ്പോഴേ മാറും.
അത്രേ ഉള്ളൂ. അയ്യോ! ഞാൻ വിചാരിച്ച പോലെ പെട്ടി. അറിഞ്ഞില്ല വീരമണി വീട് തൂങ്ങാൻ കയറി വാ. വാ വാ എല്ലാരും വാ. ഓടി, ഓടി. അറിഞ്ഞില്ലേ ഇന്ന് അത് എന്തായാലും നടക്കും. ആര് ഈ പുതിയ അവതാരം? അവതാരം തന്റെ കടുപ്പണക്കാട് പറഞ്ഞോട്ടെ തെങ്ങ് വീട് അടിച്ചാലേ കേട്ടോ. ഓ പിന്നെ കളിക്കല്ലേ ഞാൻ വെറുതെ എനിക്ക് തൂക്കം കണ്ടേ ഒരു അത്യാവശ്യ കാര്യമായി പോയി. അല്ലേ കാണിച്ചാലേ അതിന്റെ കൂടെ വെള്ളമാണ്. ഞാൻ ഇപ്പത്താൻ തൂങ്ക പോറേ കണ്ണ കീഴെ ഇറങ്ങി വേണം. ഞാൻ വരമാട്ടെ അപ്പ അടേ പോപ്പാ ഇറങ്ങി വരല്ലേടാ ഇറങ്ങി വരല്ലെന്ന് ഞാൻ വരമാട്ടെ വരണമെങ്കിൽ അന്ത നന്ദന വരച്ചൊല്ലു ഇവന് നല്ല അടിയുടെ കുറവാണ്. ഞാൻ വരമാട്ടെ വീരമണി ഒന്നിറങ്ങി വാടാ. വരാൻ പറ്റില്ലെന്നല്ലോ പറഞ്ഞത് ഓരോ ഉണ്ടാക്കണ്ട നാട്ടുകാരെ നിങ്ങൾ ആരും പേടിക്കണ്ട. പ്രശസ്ത മർമ്മജ്ഞനോട് ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത്. ഇദ്ദേഹം എന്തെങ്കിലും മർമ്മം നടത്തി വീരമണിയെ താഴെ ഇറക്കുന്നതാണ്. വീരമണി ഇദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കൂ. ഈ കണ്ണുകളിലേക്ക് തന്നെ തറപ്പിച്ച് നോക്കൂ. ഇറങ്ങി വീരമണി വീരമണി എല്ലാരും കൈയടിച്ചേ. നാട്ടുകാരെ 54 മർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനമായ നോക്ക് മർമ്മത്തിലൂടെ വീരമണിയുടെ കണ്ണുകളിൽ തറപ്പിച്ച് നോക്കി അവനെ വിറപ്പിച്ച് താഴെ ഇറക്കി അവന്റെ ജീവൻ രക്ഷിച്ച ഈ ഭാനുവിക്രമന് നാട്ടുകാരുടെ അഭിവാദ്യങ്ങൾ. നാട്ടുകാരെ ഒരു സന്തോഷ വാർത്ത. ഈ ഭാനുവിക്രമനാണ് നമ്മുടെ വൈദ്യമഠത്തിലെ ശിവപ്രിയെ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഭാനുവിക്രമൻ തൂങ്ങി വരണം കാണാനുള്ള നല്ലൊരു അവസരമാണ് നീ എല്ലാം കൂടെ വീണ്ടും തലച്ചത്. ഏതാ ഇയാളെ തറവാട്? മർമ്മകർമ്മ ചികിത്സയിൽ പേരെടുത്ത വെള്ളിയാവിളയിൽ സോമസുന്ദരൻ വൈദ്യൻ മകൻ ഭാനുവിക്രമൻ. വലിയ തറവാട. വൈദ്യം, മർമ്മം, തന്ത്രം, ശാസ്ത്രം ഇവയിൽ എന്ത് പ്രാവീണ്യം? തൂങ്ങിച്ചാവാൻ പോയ എന്റെ മകൻ വീരമണിയെ ഈ കൊച്ചുമെടുക്കാൻ നോക്കുവർമ്മം നോക്കി താഴെ ഇറക്കി എങ്ങനെ? അപാരം അപാരം അത്ഭുതം അത്ഭുതം തന്നെ. സത്യാണോ? അതേ മഴ ഞങ്ങൾ നേരിട്ട് കണ്ടതാ ഇല്ലേ? സത്യല്ലേ? എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇവിടെ ചില നിയമങ്ങളുണ്ട്. ശിവപ്രിയയെ കല്യാണം കഴിക്കുന്ന ആളാണ് നാളെ ഈ വൈദ്യമഠത്തിന്റെ അധികാരി. അയാൾ ജ്ഞാനിയായിരിക്കണം. സർപ്പദംശമേറ്റ് കിടക്കുന്ന ഇയാളെ ഒന്ന് നോക്ക്. ഏത് വർഗമാ കടിച്ചത്? ചികിത്സിക്കാമോ? എന്തെങ്കിലും പറ. ഇല്ലെങ്കിൽ നാട്ടുകാർ തന്നെ കൊല്ലും. ഞാനിപ്പോ എല്ലാ സത്യം പറയും. അതെ, സത്യമായിട്ടും പറ. ഏത് ഉരക വംശമാണ് ദംശിച്ചതെന്ന്? 8 അടി വീരനെന്ന് പറ. 8 അടി വീരൻ. ശരിയാണ്. അത്ര ദൂരത്ത് നിന്ന് എങ്ങനെ മനസ്സിലായി? എന്നാൽ ഇയാളെ നിങ്ങൾ ചികിത്സിക്ക്. ദാ വരുന്നു. തുടങ്ങിക്കോ. നിനക്കിവിടെ താമസിക്കാം. ഇനിയുള്ള പരീക്ഷണങ്ങൾ കൂടി വിജയിച്ചാൽ എന്റെ മകൾ ശിവപ്രിയ നിനക്ക് നീ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? എന്നെ പണ്ട് പാമ്പ് കടിച്ചിട്ടുണ്ട്. നന്നായി. അതൊക്കെ പോട്ടെ, ഇങ്ങോട്ട് വരുമ്പോ ഈ വക കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ആ അപ്പ പറഞ്ഞില്ല, ഇപ്പൊ പറയാണ്. എല്ലാം അമ്മ പറയുമ്പോൾ ചെയ്താൽ മതി. ബാക്കിയെല്ലാം പിന്നീട്. നൊയ്നാടി നോയ് മുതൽ നാടി, അത് തണിക്കും വായ്നാടി വായ്പച്ചയിൽ. അർത്ഥം അറിയാവോ? അറിയില്ല. തനിക്കറിയോ? അതിന്
രോഗമറിഞ്ഞ് ചിന്തിച്ച് പാകം തെറ്റാതെ ചികിത്സിക്കണം. എന്നാലേ നല്ല വൈദ്യനാവൂ. പഠിച്ചിട്ടുണ്ടാവുമല്ലോ അഹരാതി, ചൊല്ലിക്കൊള്ളൂ. അത് ഇന്ന് മൗനവ്രതമാണ്, ഇനി 3 ഇങ്ങനൊന്നല്ലല്ലോ നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നത്. ഇന്നലെ തന്നെ ഞാൻ എല്ലാം വിളിച്ചു പറഞ്ഞ് രണ്ടിനെ സൂപ്പിച്ചേനെ. അല്ലെങ്കിൽ പിന്നെ ഒരു വാക്ക് നേരത്തെ പറയണം. ഇതൊരുമാതിരി മനുഷ്യന് പെരുമാമാക്കുന്ന പരിപാടിയായി പോയി. അപ്പോഴത്തെ സ്പിരിറ്റിന് ഞാൻ കയറി അങ്ങ് ചെയ്തതാ. ഇല്ലെങ്കിൽ കാണായിരുന്നു രണ്ടിനും കൂടെ ആ കിളവൻ വൈദ്യുതി രസായനമാക്കുന്നത്. ഇത് ശരിയാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. നീ ഒന്ന് ക്ഷമിക്ക്. ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ കളിക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി. ഇത് ശരിയാവില്ല. ഒരു കൊട്ടാരം വൈദ്യൻ അയാളുടെ ഒരു ഒലത്തിയ പരീക്ഷണം. അയാളുടെ മോളുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അല്ല, അങ്ങോട്ട് അറിഞ്ഞൂടെ മോളുടെ ഈ ജാതകദോഷം? അത് നാട്ടുകാരറിയാതിരിക്കാൻ വേണ്ടിയല്ലേ, അങ്ങേരെ അറിയാതിരിക്കാൻ വേണ്ടിയല്ലേ, നാട്ടുകാരറിയാതെ അല്ലേ? ആരും അറിയാതിരിക്കാൻ വേണ്ടിയാ. അതെ, ഈ നാട്ടുകാരെല്ലാരും കൂടെ എന്നെ തല്ലിക്കൊല്ലുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കാണണം. നിങ്ങളെ ഒന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല. ഇപ്പൊ ഒന്ന് പറയും, നാളെ വേറൊന്ന് പറയും. ഞാൻ പോവാ. ഞങ്ങൾ നിന്റെ കാല് പിടിക്കാം, നീ ഞങ്ങളെ കൈവിടരുത്. കാര്യങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ഞങ്ങൾ ആലോചിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാം ട്രാക്കിലാണ്. അതുകൊണ്ട് ഇനി പരീക്ഷണമെങ്കിൽ പരീക്ഷണം. ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഞങ്ങൾ ഏറ്റവും ഇനിയുള്ള നീക്കങ്ങൾ എന്താ ഇവിടെ ഒന്നുമില്ല. പുരട്ചി തലവി ജയലളിതയുടെ അടുത്ത ആളാ. ഓ, അപ്പൊ ഇതാണോ എംജിആർ? എംജിആർ അല്ല, പുരട്ചി തലവി ജയലളിതയ്ക്ക് പിഴിച്ചിൽ നടത്തി ഇപ്പോൾ ഉള്ള ബോഡി ഷേപ്പ് ഉണ്ടാക്കിയെടുത്തത് ഇദ്ദേഹമാ. തെളിവുണ്ട്, ഞാൻ കാണിച്ചു. ഭാരതത്തിലെ പല പല VIP-കൾക്കും പഞ്ചകർമ്മ ചികിത്സ, സുഖചികിത്സ ഒക്കെ ചെയ്യുന്ന ഭാനുവിക്രമനല്ലേ? ആൽബമുണ്ട്. വാജ്പേയിജി, അമിതാഭ് ബച്ചൻ, മോഹൻലാല്, നെഹ്റുജി. കേമൻ തന്നെ. എങ്ങനെയുണ്ട്? ആള് കേമനാണെന്ന് എനിക്ക് ഇന്നലെ തന്നെ മനസ്സിലായി. ഒരു 10-20 അടി ദൂരെ നിന്നല്ലേ ദംശകന്റെ ഇനം കണ്ടുപിടിച്ചത്? അതെ, ജ്ഞാനദൃഷ്ടിയോ അതോ ത്രികാലജ്ഞാനം? അകാലജ്ഞാനം അല്ല, ത്രികാലജ്ഞാനം. 3D. പരമ്പരാഗതമായിട്ട് ഇവര് ത്രികാലജ്ഞാനികളല്ലേ? തിരുമുഖം പിള്ള ഇനി ഇവിടെ എന്തെല്ലാം കാണാൻ കിടക്കുന്നു. അതെ, ഞാൻ മറ്റൊന്നും കൊണ്ട് പറയുന്നതല്ല. ഈ പരീക്ഷണങ്ങളൊന്നും നടത്താതെ തന്നെ ശിവപ്രിയ ഭാനുവിക്രമന് കല്യാണം കഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ പരീക്ഷണങ്ങളൊന്നും ഭാനുവിക്രമന് ഒരു പ്രശ്നമേ അല്ല. അല്ലേ വിക്രമ? അതെ. അല്ല, എന്തൊക്കെയാ ഇവിടുത്തെ പരീക്ഷണങ്ങള്? അതൊക്കെ വളരെ നിസ്സാരം. ആദ്യം മരുന്നുകൾ തിരിച്ചറിയാനുള്ള ഒരു പരീക്ഷണം. അതായത് ഉഗ്ര വിഷമുള്ള ഒരു സർപ്പത്തിനെ കൊണ്ട് കൊത്തിക്കും. എന്നിട്ട് ഒരുപോലിരിക്കുന്ന 2 ഒറ്റമൂലികൾ മുന്നിൽ വയ്ക്കും. ഒരു മരുന്ന് കഴിച്ചാൽ ജീവിക്കും, മറ്റേത് കഴിച്ചാൽ ചാവും. ഈ പരീക്ഷണം നമ്പർ 2 അത് മർമ്മമാണ്. നോക്കുവർമ്മം, തൊടുവർമ്മം, ചവിട്ടുവർമ്മം, ചുരുട്ടിക്കുത്ത്. പിന്നെ ആൽബം ഇങ്ങനെ തന്നെ. ഞാൻ അങ്ങനെയും ശിവപ്രയ കുഞ്ഞിനെയൊക്കെ കാണിച്ചിട്ട് കൊണ്ടുവരാം. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പിന്നല്ലാതെ. ബഹുകേമന. പ്രധാനമന്ത്രി വാജ്പേയിജി, പ്രതിപക്ഷ നേതാവ് സോണിയാജി, തമിഴ്നാട് തലവി ജയലളിതാജി, ഇവർക്കൊക്കെ വസ്തി, ധാര, പിഴിച്ചില് ഒക്കെ നടത്തുന്നത് ഈ ഭാനുവിക്രമനാ. കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ വ്യാജന്മാരുള്ളത് ആയുർവേദത്തിലാ. കീഴും കിഴക്കും അറിയാത്തവരല്ലേ ഇപ്പോഴ ആയുർവേദിക് ഹെറിറ്റേജ് സെന്റർ എന്നും മറ്റുള്ള പേരിട്ടിട്ട് ചികിത്സ നടത്തുന്നത്. നമുക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് മതി തീരുമാനമൊക്കെ. അത് പിന്നെ അത്രേ ഉള്ളൂ. വിശദമായിട്ട് നമുക്ക് അന്വേഷിക്കാം. പിന്നെ പ്രിയമോക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ട മട്ടാണ്. ഒരു വട്ടം എന്നോട് അത് സൂചിപ്പിക്കുകയും ചെയ്തു. വരട്ടെ.